ഹലോ ട്രേഡേഴ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഈ ഒരു ചാനലിൽ നമ്മളൊരു ക്രിപ്റ്റോ കറൻസി ട്രേഡിംഗ് സീരീസ് ചെയ്തു വരുന്നുണ്ടായിരുന്നു. ഏകദേശം ഒരു 30ഓളം വീഡിയോസ് നമ്മൾ ആ ഒരു സീരീസിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബിഗിനർ ആയിട്ടുള്ള ഒരാൾ വരികയാണ് എന്നുണ്ടെങ്കിൽ, ക്രിപ്റ്റോ കറൻസി ട്രേഡിംഗ് പഠിക്കണം എന്ന ആഗ്രഹത്തോട് കൂടിയിട്ട് ആരെങ്കിലും വരികയാണ് എന്നുണ്ടെങ്കിൽ, എന്താണ് ക്രിപ്റ്റോ കറൻസി എന്നും എന്താണ് ബ്ലോക്ക് ചെയിൻ ടെക്നോളജി എന്നും തുടങ്ങിയ കാര്യങ്ങൾ മുതൽ ഒരു ചാർട്ട് അനലൈസ് ചെയ്തുകൊണ്ട് എങ്ങനെ നമുക്ക് ട്രേഡ് ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ അവർക്ക് പഠിക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള വീഡിയോസാണ് നമ്മൾ ആ ഒരു സീരീസ് ചെയ്തിട്ടുള്ളത്. ട്രേഡിങ്ങിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മുതൽ ഓരോന്നും നമ്മൾ വളരെ വിശദമായിട്ട് തന്നെ ഓരോ വീഡിയോസിലും എക്സ്പ്ലെയിൻ ചെയ്ത് നമ്മൾ പോയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാൾ നല്ല രീതിയിൽ നമ്മുടെ ഈ ഒരു സീരീസ് മുന്നോട്ട് പോകുന്നുണ്ട്. ഒരുപാട് പേർക്ക് വീഡിയോസ് ഉപകാരപ്പെടുന്നുണ്ട് ആൻഡ് അവരതെല്ലാം എൻ്റെ അടുത്ത് വന്ന് പറയാറുണ്ട്. ആൻഡ് അതൊക്കെ കേൾക്കുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. അങ്ങനെ നമ്മുടെ വീഡിയോസ് സ്ഥിരമായിട്ട് കാണാറുള്ള ഒരാളുടെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. അതായത് നമ്മൾ കുറേ കാര്യങ്ങൾ പഠിപ്പിച്ചു കഴിഞ്ഞു. അതായത് എങ്ങനെയാണ് ചാർട്ട് അനലൈസ് ചെയ്യുക, എങ്ങനെയാണ് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ഏരിയസ് കണ്ടെത്തുക, എങ്ങനെയാണ് ചാർട്ട് പാറ്റേൺസ് കണ്ടെത്തുക, ഇതെല്ലാം നമ്മൾ പഠിപ്പിച്ചു കഴിഞ്ഞു. പക്ഷേ എങ്ങനെയാണ് ഒരു ട്രേഡിലേക്ക് എൻ്റർ ചെയ്യേണ്ടത്, ഒരു ട്രേഡിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ പലർക്കും സംശയമുണ്ടെന്നുള്ള കാര്യങ്ങൾ എനിക്ക് അപ്പോൾ മനസ്സിലായി. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ഒരു ട്രേഡിലേക്ക് എൻ്റർ ചെയ്യുന്നതിന് മുൻപും ഒരു ട്രേഡിലേക്ക് എൻ്റർ ചെയ്തതിന് ശേഷവും നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ വിശദമായിട്ട് തന്നെ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ വീഡിയോ ഒട്ടും തന്നെ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. ആൻഡ് ഏതെങ്കിലും രീതിയിൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോയ്ക്ക് ഒരു ലൈക്ക് അടിക്കാനായിട്ട് ശ്രമിക്കുക. കാരണം നിങ്ങൾക്ക് എനിക്ക് തരാൻ പറ്റുന്ന ഏറ്റവും വലിയ സപ്പോർട്ട് എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈക്കുകളാണ്. ആൻഡ് വീഡിയോനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും നാളെ കമൻറ്റ് ചെയ്യുക. അധികം സമയം കളയണ്ട, നേരെ വീഡിയോയിലേക്ക് കിടക്കാം. നിങ്ങളൊരു ബിഗിനർ ആണ് എന്നുണ്ടെങ്കിൽ, നിങ്ങളൊരു ട്രേഡ് എടുക്കാനായിട്ട് പോകുമ്പോൾ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ട, അല്ലെങ്കിൽ ഏറ്റവും ആദ്യം മനസ്സിലാക്കേണ്ട, തിരിച്ചറിയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ട്രേഡ് ചെയ്യാനായിട്ടാണ് പോകുന്നത്, ഒരിക്കലും ഒരു ഗാംബ്ലിങ്ങിനല്ല പോകുന്നത്. പല ബിഗിനേഴ്സ് ആയിട്ടുള്ള ആളുകളിലും കണ്ടുവരുന്ന ഒരു മിസ്റ്റേക്കാണ്, അവർക്ക് 100 രൂപ എന്നിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരു ട്രേഡിൽ തന്നെ അത് 200 ആക്കണം എന്നുള്ളൊരു മൈൻഡ് സെറ്റോട് കൂടിയിട്ട് ട്രേഡിങ്ങിലേക്ക് വരുന്ന ഒരുപാട് ബിഗിനേഴ്സ് ഉണ്ട്. അവരെപ്പോഴും പ്രോഫിറ്റിനെ പറ്റി മാത്രമേ ചിന്തിക്കുള്ളൂ. കിട്ടി പോയാൽ പോയി എന്നുള്ളൊരു രീതിയിലായിരിക്കും അവരൊരു ട്രേഡ് എടുക്കാനായിട്ട് പോകുന്നത്. അത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു രീതിയാണ്. ഞാൻ മുൻപ് പല വീഡിയോസിലും പറഞ്ഞിട്ടുള്ള പോലെ തന്നെ ട്രേഡിങ്ങിനെ എപ്പോഴും ഒരു ബിസിനസ് ആയിട്ട് വേണം കാണാനായിട്ട്. ഒരു ബിസിനസ് എന്ന് പറയുമ്പോൾ അവിടെ ലാഭവും ഉണ്ടാവാം, നഷ്ടവും ഉണ്ടാവാം. ലാഭം ഉണ്ടായാലും നഷ്ടമുണ്ടായാലും നമ്മളത് നേരിടാൻ വേണ്ടിയിട്ട് തയ്യാറായിരിക്കണം. അപ്പോൾ ആ ഒരു മൈൻഡ് സെറ്റോട് കൂടി മാത്രമേ നിങ്ങൾ എപ്പോഴും ചാർട്ട് ഓപ്പൺ ചെയ്യാനും ട്രേഡിങ്ങിലേക്ക് ഇറങ്ങാനും പാടുള്ളൂ, അല്ലെങ്കിൽ ട്രേഡിലേക്ക് എൻ്റർ ചെയ്യാനും പാടുള്ളൂ. ചിലപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ട്രേഡ് ചെയ്യാനായിട്ട് പോകുമ്പോൾ നിങ്ങളുടെ ആദ്യത്തെ ട്രേഡ് തന്നെ ചിലപ്പോൾ പ്രോഫിറ്റ് ആയേക്കാം. ആദ്യത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും ട്രേഡുകൾ പ്രോഫിറ്റ് ആയേക്കാം. പക്ഷേ ആ പ്രോഫിറ്റ് കണ്ടുകൊണ്ട് ഒരിക്കലും നിങ്ങളുടെ കണ്ണ് മഞ്ഞളിക്കരുത്. കാരണം പ്രോഫിറ്റ് മാത്രമല്ല, ലോസ് എന്ന് പറയുന്ന ഒരു പാർട്ട് കൂടെ ഈ ട്രേഡിങ്ങിലുണ്ട്. അപ്പോൾ പ്രോഫിറ്റ് കണ്ടുകൊണ്ട് നിങ്ങളുടെ കണ്ണ് മഞ്ഞളിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ലോസ് വരുമ്പോൾ നിങ്ങൾക്ക് അത് ഒരിക്കലും താങ്ങാനേ സാധിക്കില്ല. അപ്പോൾ നിങ്ങളൊരു ട്രേഡിലേക്ക് എൻ്റർ ചെയ്യാനായിട്ട് പോകുന്നതിന് മുൻപേ തന്നെ നിങ്ങൾ ചാർട്ട് അനലൈസ് ചെയ്യുമ്പോൾ തന്നെ ഒരു കാര്യം മനസ്സിലാക്കുക, ഒരു കാര്യം തിരിച്ചറിയുക. നിങ്ങൾ ട്രേഡ് ചെയ്യാനായിട്ടാണ് പോകുന്നത്, ഒരിക്കലും ഗാംബ്ലിങ്ങിനല്ല. ഒരു ബിസിനസ് മൈൻഡ് സെറ്റോട് കൂടിയിട്ട് വേണം നിങ്ങൾ ഒരു ട്രേഡ് എടുക്കാൻ വേണ്ടിയിട്ട്. ഒരു ലോസ് സംഭവിച്ചു കഴിഞ്ഞാലും അത് നിങ്ങളെ ഒരു രീതിയിലും ബാധിക്കാനായിട്ട് പാടില്ല. ഈ ലോസ് എന്ന് പറയുന്നത് ഈ ഒരു ഗെയിമിൻ്റെ ഒരു ഭാഗമാണെന്നുള്ള തിരിച്ചറിവോട് കൂടിയിട്ട് വേണം നിങ്ങൾ ട്രേഡിങ്ങിലേക്ക് വരാനായിട്ട്, നിങ്ങളുടെ ആദ്യത്തെ ട്രേഡ് എടുക്കാനായിട്ട്. അടുത്തതായിട്ട് നിങ്ങൾ ട്രേഡ് എടുക്കാനായിട്ട് പോകുമ്പോൾ നിങ്ങളുടെ കയ്യിൽ നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. പൈസയാണ് എന്ന് പറയരുത്, പൈസ തീർച്ചയായിട്ടും വേണം. അതല്ലാതെ നിങ്ങളുടെ കയ്യിൽ മസ്റ്റായിട്ടും ഉണ്ടാവേണ്ട ഒരു കാര്യമുണ്ട്, ഒരു ട്രേഡിംഗ് സ്ട്രാറ്റജി. ഈ ലോകത്തുള്ള എല്ലാ ട്രേഡേഴ്സിനും അവരവരുടേതായിട്ടുള്ള സ്വന്തമായിട്ടുള്ള സ്ട്രാറ്റജീസ് ഉണ്ടായിരിക്കും. ഇപ്പോൾ എൻ്റെ സ്ട്രാറ്റജി ആയിരിക്കില്ല, എൻ്റെ ട്രേഡിംഗ് സ്ട്രാറ്റജി ആയിരിക്കില്ല നിങ്ങളുടേതായിരിക്കില്ല മറ്റൊരാളുടേത്. അപ്പോൾ എല്ലാ ട്രേഡേഴ്സിനും അവരുടേതായിട്ടുള്ളൊരു കൃത്യമായിട്ടുള്ള ട്രേഡിംഗ് സ്ട്രാറ്റജി ഉണ്ടായിരിക്കും. ആ ഒരു സ്ട്രാറ്റജി ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ട്രേഡ് ചെയ്യാനായിട്ട് പോകാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ആ ഒരു സ്ട്രാറ്റജി ബിൽഡ് ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾ ട്രേഡ് ചെയ്യാനായിട്ട് പാടുള്ളൂ, ഒരു ട്രേഡിലേക്ക് എൻ്റർ ചെയ്യാനായിട്ട് പാടുള്ളൂ. ഇനി എന്താണ് ഈ ട്രേഡിംഗ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു, സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ഏരിയാസ് പഠിച്ചു, ഇൻഡിക്കേറ്റേഴ്സ് പഠിച്ചു, ചാർട്ട് പാറ്റേൺസ് പഠിച്ചു. ഇതെല്ലാം വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഏത് രീതിയിലാണോ ട്രേഡ് എടുക്കാം എന്നുള്ളൊരു കോൺഫിഡൻസ് വരുന്നത്, ഈ ഒരു സ്ട്രാറ്റജി വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഈ ഒരു ഇൻഡിക്കേറ്റർ വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഈ ഒരു ചാർട്ട് പാറ്റേൺ വെച്ചുകൊണ്ട് എനിക്ക് ട്രേഡ് എടുക്കാം, എനിക്ക് ഇതിൽ പ്രോഫിറ്റ് ഉണ്ടാക്കാം എന്നുള്ളൊരു കോൺഫിഡൻസ് നിങ്ങൾക്ക് എപ്പോഴാണ് വരുന്നത്, അത് വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പഠിച്ച കാര്യങ്ങളെല്ലാം തന്നെ ലൈവായിട്ടുള്ള മാർക്കറ്റിൽ അപ്ലൈ ചെയ്യണം, കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കണം. അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് മാത്രമേ നിങ്ങൾക്ക് ഏത് മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ടാണ് ട്രേഡ് ചെയ്യേണ്ടത് എന്നുള്ളൊരു ഐഡിയ വരുള്ളൂ. ആൻഡ് ആ ഒരു ഐഡിയനെയാണ് നമ്മൾ ഈ ട്രേഡിംഗ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അപ്പോൾ കൃത്യമായിട്ടൊരു ട്രേഡിംഗ് സ്ട്രാറ്റജി നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം, ഏത് മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ടാണ് ട്രേഡ് ചെയ്യേണ്ടത് എന്നുള്ളൊരു കൃത്യമായിട്ടുള്ള ഐഡിയ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ആൻഡ് ഒരു സ്ട്രാറ്റജി നിങ്ങൾ ബിൽഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ആ സ്ട്രാറ്റജി മാറ്റാനായിട്ട് പാടില്ല. കൃത്യമായിട്ട് അതേ സ്ട്രാറ്റജി തന്നെ ഫോളോ ചെയ്ത് വേണം നിങ്ങൾ നിങ്ങളുടെ മറ്റുള്ള ട്രേഡുകളെല്ലാം തന്നെ എടുക്കാനായിട്ട്. ഇനി കണ്ടിന്യൂസ് ആയിട്ട് ലോസ് ആണ് നിങ്ങളുടെ ആ ഒരു സ്ട്രാറ്റജി, നിങ്ങൾ ട്രേഡ് ചെയ്യുന്ന ആ ഒരു മെത്തേഡ് ഒട്ടും തന്നെ വർക്കിംഗ് അല്ല എന്ന് മനസ്സിലാവുകയാണ് എന്നുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് ആ സ്ട്രാറ്റജി മാറ്റിയിട്ട് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള സ്ട്രാറ്റജി നിങ്ങൾക്ക് ബിൽഡ് ചെയ്തെടുക്കാം. അതല്ലാതെ ഒരു 5 ട്രേഡ് എടുത്തു, അതിലൊരു 3 ട്രേഡ് പ്രോഫിറ്റ് ആയി, 2 ട്രേഡ് ലോസ് ആകുമ്പോഴേക്കും ആ ഒരു സ്ട്രാറ്റജി മാറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു നല്ല ശീലമല്ല.
ഓക്കെ, അപ്പോൾ കൃത്യമായിട്ടൊരു ട്രേഡിംഗ് സ്ട്രാറ്റജി ഉണ്ടായിരിക്കണം, കൃത്യമായിട്ടുള്ള ട്രേഡിംഗ് സ്ട്രാറ്റജി നിങ്ങൾ ബിൽഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ആൻഡ് അത് ഉപയോഗിച്ചുകൊണ്ട് വേണം നിങ്ങൾ ഒരു ട്രേഡ് എടുക്കാനായിട്ട്. അപ്പോൾ ട്രേഡിങ്ങിൽ ഒരു ട്രേഡിംഗ് സ്ട്രാറ്റജി ഉണ്ടാവേണ്ടത് വളരെയധികം അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. നമ്മൾ ബിസിനസ് സ്ട്രാറ്റജീസ് ഒക്കെ പറയാറുണ്ട്. ഒരു ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു സ്ട്രാറ്റജി ഉണ്ടായിരിക്കണം. പല കാര്യങ്ങളിലും നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു സ്ട്രാറ്റജി ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ട്രേഡിങ്ങിലും നമുക്കൊരു ട്രേഡ് എടുക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ നോക്കണം, അല്ലെങ്കിൽ ഏതൊക്കെ മെത്തേഡുകൾ യൂസ് ചെയ്യണം ഒരു ഐഡിയ നമുക്ക് ഉണ്ടായിരിക്കണം. ആൻഡ് അതിനെയാണ് നമ്മൾ ഈ ട്രേഡിംഗ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. സോ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതില്ലാതെ ഒരിക്കലും ട്രേഡ് ചെയ്യാനായിട്ട് പോകരുത്. ഇനി എങ്ങനെയാണ് ഒരു ട്രേഡിംഗ് സ്ട്രാറ്റജി ബിൽഡ് ചെയ്തെടുക്കുക എന്നുള്ള കാര്യങ്ങളെ പറ്റിയുള്ള വീഡിയോസ് ഒക്കെ നമ്മൾ വരും ദിവസങ്ങളിൽ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതിനെ പറ്റിയിട്ട് കൂടുതലായിട്ട് നമുക്ക് സംസാരിക്കാം. അടുത്തതായിട്ട് ഒരു ട്രേഡിലേക്ക് നമ്മൾ എൻ്റർ ചെയ്യുമ്പോൾ നമ്മൾ വളരെ അത്യാവശ്യമായിട്ട് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ എൻട്രി ആൻഡ് എക്സിറ്റ് പോയിന്റ്സ് എന്ന് പറയുന്നത്. ഈ എൻട്രി ആൻഡ് എക്സിറ്റ് പോയിന്റ്സ് നമ്മുടെ ട്രേഡിംഗ് സ്ട്രാറ്റജിയോട് വളരെയധികം അടുത്ത് കിടക്കുന്ന ഒരു സാധനമാണ്. നമ്മുടെ ട്രേഡിംഗ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അവിടെ ഒരു എൻട്രി പോയിന്റും എക്സിറ്റ് പോയിന്റും ഉണ്ടായിരിക്കണം. അതായത് ഏത് മെത്തേഡ് വെച്ചുകൊണ്ട് ട്രേഡ് ചെയ്യണം, ആൻഡ് ആ മെത്തേഡ് വെച്ചുകൊണ്ട് ഇപ്പോൾ ഒരു സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ഏരിയാസ് ആണ് ട്രേഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഒരു റെസിസ്റ്റൻസ് ഏരിയയിൽ നിന്നും ബ്രേക്ക് ഔട്ട് സംഭവിക്കുമ്പോൾ ഒരു എൻട്രി എവിടെ എടുക്കണം, എവിടെ അതിൻ്റെ സ്റ്റോപ്പ് ലോസ് വെക്കണം, എവിടെ അതിൻ്റെ ടാർഗറ്റ് വെക്കണം എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ ആ ഒരു ട്രേഡിംഗ് സ്ട്രാറ്റജിയിൽ തന്നെ ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ എൻട്രി ആൻഡ് എക്സിറ്റ് എന്ന് പറയുന്നത്. ഒരു എൻട്രി ആൻഡ് എക്സിറ്റ് നമ്മൾ എൻട്രി എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എക്സിറ്റ് പോയിന്റ് തീരുമാനിക്കാതെ നമ്മൾ ഒരിക്കലും ആ ഒരു ട്രേഡിലേക്ക് എൻട്രി ചെയ്യാനായിട്ട് പാടില്ല. നമ്മളിപ്പോൾ 10 രൂപയിൽ ഒരു സാധനം വാങ്ങിക്കുന്നു എന്നുണ്ടെങ്കിൽ അത് എപ്പോൾ വിൽക്കണം, അതിൻ്റെ വില എത്രത്തോളം താഴേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സെല്ല് ചെയ്തുകൊണ്ട് നമ്മുടെ ലോസ് നമ്മുടെ ലിമിറ്റ് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ നമ്മളൊരു ട്രേഡിലേക്ക് എൻ്റർ ചെയ്യുന്നതിന് മുൻപേ തന്നെ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ടായിരിക്കണം. ആൻഡ് ഈ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്ന സാധനം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരിക്കലും സ്റ്റോപ്പ് ലോസ് ഇല്ലാതെ ട്രേഡ് ചെയ്യാനായിട്ട് നിൽക്കരുത്. നിങ്ങൾ എത്ര കോൺഫിഡൻസോട് കൂടിയിട്ടൊരു ട്രേഡ് എടുത്താലും സ്റ്റോപ്പ് ലോസ് നിർബന്ധമാണ്. നിങ്ങൾ ടാർഗറ്റ് വെച്ചില്ലെങ്കിലും സ്റ്റോപ്പ് ലോസ് വെക്കാതിരിക്കാനായിട്ട് മറക്കരുത്. നമ്മൾ ഒരു അന്തവും കുന്തവും ഇല്ലാതെ ഒരു ട്രേഡിലേക്ക് എൻ്റർ ചെയ്യരുത്. നമുക്ക് കൃത്യമായിട്ടുള്ളൊരു പ്ലാൻ ഉണ്ടായിരിക്കണം. എവിടെ എൻ്റർ ചെയ്യണം, എത്ര വരെ ആയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യണം, എവിടെ വെച്ചിട്ട് നമ്മുടെ ലോസിനെ ലിമിറ്റ് ചെയ്യണം എന്നുള്ള കൃത്യമായിട്ടൊരു പ്ലാൻ നമുക്ക് ഉണ്ടായിരിക്കണം, കൃത്യമായിട്ടുള്ള ഒരു ഐഡിയ നമുക്ക് ഉണ്ടായിരിക്കണം. അത് വെച്ചുകൊണ്ട് മാത്രമേ നമ്മളൊരു ട്രേഡിലേക്ക് എൻ്റർ ചെയ്യാനായിട്ട് പാടുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങളൊരു ട്രേഡിംഗ് സ്ട്രാറ്റജി ബിൽഡ് ചെയ്യുമ്പോൾ തന്നെ ഈ എൻട്രി ആൻഡ് എക്സിറ്റ് പോയിന്റ്സിന് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് വേണം ആ ഒരു സ്ട്രാറ്റജി ബിൽഡ് ചെയ്യാനായിട്ട്. ആൻഡ് അത് നമ്മൾ വരുന്ന ദിവസങ്ങളിൽ പഠിക്കും. അങ്ങനെ നിങ്ങളൊരു സ്ട്രാറ്റജി ഒക്കെ ബിൽഡ് ചെയ്ത് നിങ്ങൾ സ്വന്തമായിട്ട് ചാർട്ടൊക്കെ അനലൈസ് ചെയ്തുകൊണ്ട് നിങ്ങളൊരു ട്രേഡ് എടുക്കുകയാണ്. ആൻഡ് ഈ ഒരു ട്രേഡ് എടുക്കാനായിട്ട് പോകുമ്പോൾ ഏറ്റവും അധികമായിട്ട് നിങ്ങൾക്ക് വേണ്ടത് പേഷ്യൻസ് ആണ്, ക്ഷമയാണ്. ക്ഷമയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ട്രേഡിങ്ങിൽ വിജയിക്കാനായിട്ട് പറ്റില്ല. ഈ ക്ഷമ, ഡിസിപ്ലിൻ എന്നൊക്കെ പറയുന്നത് നമുക്ക് ഒരിക്കലും ഒരാൾ പറഞ്ഞു തന്നുകൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. അതെല്ലാം തന്നെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ട് സ്വയം ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു കാര്യമാണ്. ഞാൻ എന്തുകൊണ്ടാണ് ഈ ക്ഷമ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നത് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞല്ലോ നമുക്കൊരു ട്രേഡിംഗ് സ്ട്രാറ്റജി വേണമെന്ന് പറഞ്ഞു. വീണ്ടും ഒരു എക്സാമ്പിൾ ആയിട്ട് എടുക്കുക, നമുക്കൊരു സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ഏരിയാസ് ആണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നതെന്ന് എടുക്കാം. അപ്പോൾ ഈ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ഏരിയാസ് ഒരു ബ്രേക്ക് ഔട്ട് ട്രേഡ് ആണ് നിങ്ങൾ എടുക്കാൻ പോകുന്നതെന്നുണ്ടെങ്കിൽ ഒരു ബ്രേക്ക് ഔട്ട് കിട്ടുന്നത് വരെ വെയിറ്റ് ചെയ്തിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത്. ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കും ഓക്കെ പ്രൈസ് ആ റെസിസ്റ്റൻസ് ഏരിയയിലേക്ക് എത്തുമ്പോൾ അടുത്ത ക്യാൻഡിൽ ഒരു ബ്രേക്ക് ഔട്ട് ക്യാൻഡിൽ ആകുമെന്ന് നമ്മൾ വെറുതെ പ്രതീക്ഷിക്കും. പക്ഷെ അതൊരു ബ്രേക്ക് ഔട്ട് ക്യാൻഡിൽ ആകണമെന്നില്ല. ഓക്കെ, അപ്പോൾ ഒരു ബ്രേക്ക് ഔട്ട് കിട്ടുന്നത് വരെ, ആ ഒരു ബ്രേക്ക് ഔട്ട് ക്യാൻഡിൽ ക്ലോസ് ചെയ്യുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുക എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഞാൻ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ഏരിയാസിൻ്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞു എന്നേ ഉള്ളൂ. നിങ്ങൾ ഏത് രീതിയിലാണ് ഇപ്പോൾ ട്രയാങ്കിൾ പാറ്റേൺസ് ആണെങ്കിൽ അല്ലെങ്കിൽ മറ്റുള്ള ഇൻഡിക്കേറ്റേഴ്സ് വെച്ചുകൊണ്ട് ട്രേഡ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു എൻട്രി പോയിന്റ്, നമുക്ക് ആ ഒരു എൻട്രി ക്യാൻഡിൽ കിട്ടുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുക എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചില സമയങ്ങളിൽ ഒന്നും ചെയ്യാതിരിക്കുന്നതും ട്രേഡിങ്ങിൻ്റെ ഒരു ഭാഗമാണെന്ന് പറയാറുണ്ട്. ചാർട്ടിന് മുമ്പിൽ നമ്മുടെ ആ ഒരു എൻട്രി പോയിന്റ് കിട്ടുന്നത് വരെ വെറുതെ ചാർട്ടിന് മുമ്പിൽ ഇരിക്കുന്നതും ഒരു തരത്തിലുള്ള ട്രേഡിംഗ് ആണ്. അപ്പോൾ അവിടെ ഈ ക്ഷമ എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരിക്കലും നമ്മൾ എടുത്ത് ചാടിക്കൊണ്ട് ഒരു ട്രേഡ് എടുക്കരുത്. അങ്ങനെ നമ്മൾ എടുത്ത് ചാടിക്കൊണ്ട് ഒരു ട്രേഡ് എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഈ ഒരു ട്രേഡിംഗ് സ്ട്രാറ്റജി ഉണ്ടാക്കിയത് കൊണ്ട് വേറെ കാര്യമൊന്നുമില്ലല്ലോ. അപ്പോൾ ഒരിക്കലും എടുത്ത് ചാടിക്കൊണ്ട് ട്രേഡ് എടുക്കാതിരിക്കുക. കൃത്യമായിട്ട് ക്ഷമയോട് കൂടിയിട്ട് നമ്മുടെ അവസരത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുക. ഇനി നമ്മൾ ഒരുപാട് നേരം വെയിറ്റ് ചെയ്തിരുന്ന് നമ്മുടെ അവസരങ്ങൾ എന്തെങ്കിലും മിസ്സായി പോകുമെന്നുള്ളൊരു ടെൻഷനൊന്നും വേണ്ട. കാരണം ട്രേഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മുടെ മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇഷ്ടം പോലെ അവസരങ്ങൾ നമുക്ക് തരുന്ന, ഓരോ ദിവസമായാലും അല്ലെങ്കിൽ ഓരോ ആഴ്ചകളിലായാലും ഓരോ മാസങ്ങളിലായാലും ഇഷ്ടം പോലെ അവസരങ്ങൾ നമുക്ക് മുമ്പിലേക്ക് തുറന്നു തരുന്ന ഒരു സാധനമാണ്. അതുകൊണ്ട് തന്നെ ഒരു അവസരം പോയാൽ ഒരു 100,000 അവസരം അവിടെ വേറെ വരും. അതുകൊണ്ട് തന്നെ എടുത്ത് ചാടിക്കൊണ്ട് ട്രേഡ് ചെയ്യരുത്. ഈ അവസരം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് ഇനി കിട്ടില്ല എന്ന് വിചാരിച്ചുകൊണ്ട് എടുത്ത് ചാടി ട്രേഡ് ചെയ്യാൻ നിൽക്കാതിരിക്കുക. അങ്ങനെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു, നമ്മളൊരു സ്ട്രാറ്റജി ബിൽഡ് ചെയ്തെടുത്തു. ആൻഡ് ക്ഷമയോട് കൂടിയിട്ട് നമുക്കൊരു എൻട്രി പോയിന്റ് കിട്ടുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്തു. ആൻഡ് നമ്മൾ സ്റ്റോപ്പ് ലോസും ടാർഗറ്റും എല്ലാം സെറ്റ് ചെയ്തുകൊണ്ട് നമ്മളൊരു ട്രേഡ് എടുത്തു. ഈ ട്രേഡ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പിന്നെ എന്താണ് ചെയ്യേണ്ടത്? നമുക്ക് ഈ മാർക്കറ്റിൽ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്ന രണ്ട് കാര്യങ്ങളുള്ളൂ. ഒന്നാമത്തെ കാര്യം, ഈ ഒരു ട്രേഡ് എടുക്കണോ വേണ്ടോ എന്നുള്ള കാര്യങ്ങൾ നമുക്ക് തീരുമാനിക്കാം. രണ്ടാമത്തെ കാര്യം, ഈ ട്രേഡ് നഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര വരെ നഷ്ടം എനിക്ക് അവിടെ ഉണ്ടാക്കിയെടുക്കാം, അല്ലെങ്കിൽ എത്ര നഷ്ടപ്പെടുത്താം, ഈ ഒരു ട്രേഡിൽ എത്ര രൂപ നഷ്ടപ്പെടുത്താം എന്നുള്ള കാര്യങ്ങൾ നമുക്ക് അവിടെ തീരുമാനിക്കാം. ഇതിന് പുറമെ നമുക്ക് വേറെ ഒരു കാര്യവും മാർക്കറ്റിൽ തീരുമാനിക്കേണ്ടി പറ്റില്ല. നമ്മളൊരു ട്രേഡ് എടുത്തതിന് ശേഷം നമ്മളത് ചുമ്മാ നോക്കിയിരുന്നത് കൊണ്ട് മുകളിലേക്ക് പോകേണ്ട ട്രേഡ് താഴേക്കോ അല്ലെങ്കിൽ താഴേക്ക് പോകേണ്ട പ്രൈസ് മുകളിലേക്ക് ഒന്നും പോവില്ല. അത് അതിൻ്റേതായിട്ടുള്ള രീതിയിൽ തന്നെയായിരിക്കും പോവാം.
നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം തന്നെ അവിടെ ചെയ്തിട്ടുണ്ട്. നമ്മൾ അനലൈസ് ചെയ്തിട്ടുണ്ട്, ചാർട്ട് കൃത്യമായിട്ട് അനലൈസ് ചെയ്തിട്ടുണ്ട്, നമ്മുടെ സ്ട്രാറ്റജി കൃത്യമായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്. നമ്മൾ ആ ഒരു സ്ട്രാറ്റജി അനുസരിച്ചുകൊണ്ട് ഒരു എൻട്രി പോയിന്റ് കിട്ടുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്തിട്ടുണ്ട്, കൃത്യമായിട്ട് എൻട്രി എടുത്തിട്ടുണ്ട്, കൃത്യമായിട്ട് സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടുണ്ട്, കൃത്യമായിട്ട് ടാർഗറ്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാനായിട്ടുള്ളത് സ്റ്റോപ്പ് ലോസോ ടാർഗറ്റോ ഹിറ്റ് ചെയ്യുന്നത് വരെ വെയിറ്റ് ചെയ്തിരിക്കുക എന്നുള്ളത് മാത്രമേ നമ്മൾ ചെയ്യാനായിട്ടുള്ളൂ. നമ്മൾ ഈ ചാർട്ട് ഇങ്ങനെ നോക്കിയിരുന്നാലുള്ള പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മളൊരു ട്രേഡ് എടുത്തു, അതിൻ്റെ സ്റ്റോപ്പ് ലോസിൻ്റെ അടുത്തേക്ക് പ്രൈസ് പോകുമ്പോഴേക്കും നമ്മൾ ചാടി കയറി ആ ട്രേഡ് ക്ലോസ് ചെയ്യും. ഓക്കെ, അങ്ങനെ നമ്മൾ ക്ലോസ് ചെയ്യുമ്പോഴായിരിക്കും പ്രൈസ് തിരിച്ച് കയറി ടാർഗറ്റ് ഹിറ്റ് ആവാം. അപ്പോൾ നമുക്ക് ഭ്രാന്ത് പിടിക്കും. ഓക്കെ, അപ്പോൾ ആ ഒരു പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ആ എടുത്തുചാട്ടം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നിങ്ങളൊരു ട്രേഡ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, സ്റ്റോപ്പ് ലോസും ടാർഗറ്റും സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, പതുക്കെ ആ ലാപ്ടോപ്പ് ആണെങ്കിൽ ലാപ്ടോപ്പ്, ഫോൺ ആണെങ്കിൽ ഫോൺ, അല്ലെങ്കിൽ സിസ്റ്റം ആണെങ്കിൽ സിസ്റ്റം, അതൊന്ന് ഓഫ് ചെയ്ത് വയ്ക്കുക. അല്ലെങ്കിൽ ആ ട്രേഡിംഗ് വ്യൂ ആണെങ്കിൽ ട്രേഡിംഗ് വ്യൂ, അല്ലെങ്കിൽ എന്താണ് നിങ്ങൾ ഏതിലാണ് നിങ്ങൾ ട്രേഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതൊന്ന് ക്ലോസ് ചെയ്ത് വയ്ക്കുക. കാരണം നമ്മളത് നോക്കിയിരുന്നത് കൊണ്ട് അത് മാറാനായിട്ട് പോകുന്നില്ല, അല്ലെങ്കിൽ അവിടുത്തെ റിസൾട്ട് മാറാനായിട്ട് പോകുന്നില്ല. അപ്പോൾ നമ്മൾ സ്റ്റോപ്പ് ലോസും ടാർഗറ്റും വെച്ചിട്ടുണ്ട്. സ്റ്റോപ്പ് ലോസ് ഹിറ്റാണെങ്കിൽ സ്റ്റോപ്പ് ലോസ് ഹിറ്റായിക്കോട്ടെ, ലോസാണ്, അത് ഈ ഒരു ഗെയിമിൻ്റെ പാർട്ടാണ്. ടാർഗറ്റ് ആണെങ്കിൽ വളരെ സന്തോഷം. ഇത് സ്റ്റോപ്പ് ലോസ് ഹിറ്റായാലും ടാർഗറ്റ് ഹിറ്റായാലും നിങ്ങളുടെ ഫോണിലേക്ക് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ അറിഞ്ഞാൽ പോലെ ഇത് പ്രോഫിറ്റ് ആയോ ലോസ് ആയോ എന്നൊക്കെ. നമ്മളത് വെറുതെ നോക്കിയത് കൊണ്ട് നമ്മുടെ മാനസികമായിട്ടുള്ള നമ്മുടെ ആ ഒരു പ്രഷർ എന്തിനാണ് നമ്മൾ വെറുതെ കൂട്ടുന്നത്. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. ഒരു ട്രേഡ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് നോക്കാതിരിക്കുക. അത് നോക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഞാൻ നോക്കരുത് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു മൈൻഡ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലാണ്ട് വേറെ മാജിക് ഒന്നും അവിടെ ഇല്ല. അതിന് വേണ്ടിയിട്ടാണ് ചെറിയൊരു ടിപ്പായിട്ട് എടുത്താൽ മതി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഏറ്റവും ബേസിക് ആയിട്ട് നിങ്ങളൊരു ട്രേഡ് എടുക്കുന്നതിന് മുമ്പേ തന്നെ, ട്രേഡ് എടുക്കുന്നതിന് മുമ്പും ട്രേഡ് എടുക്കുമ്പോഴും ട്രേഡ് എടുത്തതിന് ശേഷവും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഞാൻ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ ഗൂഗിളിലോ അല്ലെങ്കിൽ ഇന്റർനെറ്റിലോ ഒന്നും തന്നെ കാണാൻ സാധിച്ചു കൊള്ളണമെന്നില്ല. കാരണം ഇതെല്ലാം കംപ്ലീറ്റ്ലി എൻ്റെ എക്സ്പീരിയൻസിൽ നിന്നും ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ എന്തെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ ഏറ്റവും ആദ്യം പറഞ്ഞ പോലെ വീഡിയോക്ക് ലൈക്ക് അടിക്കാനായിട്ട് ശ്രമിക്കുക. അത് മാത്രമാണ് നിങ്ങൾക്ക് എനിക്ക് തരാൻ സാധിക്കുന്ന ഏറ്റവും വലിയ സപ്പോർട്ട് എന്ന് പറയുന്നത്. ആൻഡ് നിങ്ങളുടെ അഭിപ്രായങ്ങളും തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഹാപ്പി ട്രേഡിംഗ്. അടുത്തൊരു വീഡിയോയിൽ കാണാം.